വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇനി ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് അന്താരാഷ്ട്ര ദിനോസർ ദിന ക്വിസാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം എന്തെന്ന് വെച്ചാൽ, ദിനോസർ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത്? ഉത്തരം ഭീകരപ്പല്ലി. ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ മാംസഭോജി ദിനോസർ ഏത്? ടിറാനോസോറസ് റെക്സ്. അടുത്ത ചോദ്യം, ദിനോസറുകൾ ജീവിച്ചിരുന്നത് ഏത് കാലഘട്ടത്തിലാണ്? മെസോസോയിക് യുഗം. ദിനോസറുകൾ ഭൂമിയിൽ നിന്ന് ഇല്ലാതായത് ഏകദേശം എത്ര വർഷങ്ങൾക്ക് മുമ്പാണ്? 66 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ്. അടുത്ത ചോദ്യം, നീളം കൂടിയ കഴുത്തുള്ള ദിനോസറിൻ്റെ ഉദാഹരണം എന്ത്? ഉത്തരം ബ്രാക്കിയോസോറസ്. ട്രൈസെറാടോപ്സ് ദിനോസറിന് എത്ര കൊമ്പുകൾ ഉണ്ടായിരുന്നു? 3 കൊമ്പുകൾ. അടുത്ത ചോദ്യം, ജുറാസിക് പാർക്ക് എന്നതിനെക്കുറിച്ചുള്ള സിനിമയാണ്? ദിനോസറുകൾ. സ്റ്റീഗോസോറസിൻ്റെ പിൻഭാഗത്ത് ഉണ്ടായിരുന്നത് എന്താണ്? വലിയ പ്ലേറ്റുകൾ. അടുത്ത ചോദ്യം, വെലോസിറാപ്റ്റർ എന്തുതരം ദിനോസറായിരുന്നു? മാംസഭോജി. ദിനോസറുകൾ പഠിക്കുന്ന ശാസ്ത്രജ്ഞരെ എന്താണ് വിളിക്കുന്നത്? ഫോസിൽ ശാസ്ത്രജ്ഞൻ. അടുത്ത ചോദ്യം, 11 ദിനോസറുകളുടെ അവശിഷ്ടങ്ങളെ എന്താണ് പറയുന്നത്? ഫോസിലുകൾ. ഏറ്റവും വലിയ സസ്യഭോജി ദിനോസറുകളിൽ ഒന്നാണ് ഡാഷ്. ഉത്തരം ഡിപ്ലോഡോക്സ്. ദിനോസറുകളുടെ കാലഘട്ടത്തിൽ മനുഷ്യർ ഉണ്ടായിരുന്നോ? സ്പിനോസോറസ് എന്തുകൊണ്ടാണ് പ്രശസ്തം? പിൻഭാഗത്തെ പായൽ പോലുള്ള ഭാഗം. ആൻകിലോസറിൻ്റെ പ്രത്യേകത എന്ത്? ശക്തമായ വാൽ. ദിനോസറുകളുടെ മുട്ടകൾ കണ്ടെത്തിയിട്ടുണ്ടോ? ഉണ്ട്. അടുത്തത്, ടീറക്സിന് ചെറിയ കൈകൾ ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു. ശരിയോ തെറ്റോ? ശരി. ദിനോസറുകളുടെ ഏറ്റവും അടുത്ത ജീവിച്ചിരുന്ന ബന്ധുക്കൾ ആരാണ്? ബി. പക്ഷികൾ. അടുത്ത ചോദ്യം, ഏത് ദിനോസറിനാണ് ശരീരത്തിൽ കവചം പോലുള്ള സംരക്ഷണം ഉണ്ടായിരുന്നത്? ആൻകിലോസറിന്. ദിനോസറുകളുടെ ഫോസിലുകൾ കൂടുതലായി കണ്ടെത്തുന്നത് എവിടെയാണ്? ഉത്തരം പാറകളിൽ. അടുത്ത ചോദ്യം, ദിനോസറുകളുടെ കാലഘട്ടം 3 ഭാഗങ്ങളായി വിഭജിച്ചിരിക്കുന്നു. അതിലൊന്ന് എന്ത്? ഉത്തരം ജുറാസിക്. റാപ്റ്റർ ദിനോസറുകൾക്ക് എന്തിനാണ് പ്രശസ്തം? ഉത്തരം വേഗത. അടുത്ത ചോദ്യം, ഏറ്റവും വലിയ മാംസഭോജി ദിനോസറുകളിൽ ഒന്നാണ്? ഉത്തരം സ്പിനോസോറസ്. ദിനോസറുകൾ പ്രധാനമായും ഏത് ഭൂഖണ്ഡങ്ങളിൽ ജീവിച്ചിരുന്നു? ഉത്തരം ലോകമെമ്പാടും. അടുത്ത ചോദ്യം, ദിനോസറുകൾ ഇല്ലാതാകാൻ കാരണമായി കരുതുന്നത് എന്താണ്? വലിയ ഉൽക്കാപതനം. ദിനോസറുകളുടെ കാലത്ത് പൂക്കൾ ഉണ്ടായിരുന്നോ? ഉത്തരം ചിലത് ഉണ്ടായിരുന്നു. അടുത്ത ചോദ്യം, പെറ്റോറോക്ടസ്റ്റൈൻ യഥാർത്ഥ ദിനോസറാണോ? അല്ല. ദിനോസറുകളുടെ കാൽപ്പാടുകൾ പോലും ഫോസിലാകുമോ? കഴിയും. അടുത്ത ചോദ്യം എന്തെന്ന് വെച്ചാൽ, ഇപ്പം കാണാം. ദിനോസറുകളുടെ രാജാവ് എന്ന് വിളിക്കപ്പെടുന്നത് ആര്? ഉത്തരം ടീറക്സ്. അന്താരാഷ്ട്ര ദിനോസർ ദിനം ആഘോഷിക്കുന്നത് എന്തിനാണ്? ദിനോസറുകളെ കുറിച്ചുള്ള പഠന അറിവിന് വർദ്ധിപ്പിക്കാൻ. ഇനിയുള്ളത് ബോണസ് ചോദ്യമാണ്. അന്താരാഷ്ട്ര ദിനോസർ ദിനം എന്നാണ് ആചരിക്കുന്നത്? ഇതായത് നിങ്ങൾ ഇതിൻ്റെ ഉത്തരം നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ ലൈക്ക് ചെയ്യാൻ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക.